ഞാൻ കൊച്ചിയിലെത്തിയത് വെറുമൊരു ജോലിക്കാരിയായിട്ടല്ല, മറിച്ച് എന്റെ ജീവിതം തിരികെ പിടിക്കാനുള്ള ഒരവസരം തേടിയാണ്. 30 വയസ്സായിട്ടും എനിക്കൊരു കുഞ്ഞില്ല. ആ ഭാരം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഭർത്തൃവീട്ടിലെ ഓരോ വാക്കുകളും ഓരോ നോട്ടവും എന്റെ നെഞ്ചിൽ ഒരു കനൽ പോലെ എരിയുകയായിരുന്നു. ഈ വലിയ വീട്, അനന്തുമോൻ താമസിക്കുന്ന ഈ ആഡംബര ഭവനം, പുറത്തുനിന്ന് നോക്കിയാൽ സമ്പന്നതയുടെ ഒരു കോർപ്പറേറ്റ് കൊട്ടാരമാണത്. പക്ഷേ ഉള്ളിൽ, ഭീമാകാരമായ ചുമരുകൾക്കുള്ളിൽ എയർ കണ്ടീഷണറിന്റെ തണുപ്പും ആഴത്തിലുള്ള നിശബ്ദതയും മാത്രം. ആ നിശബ്ദതയിൽ എന്റെ ഏകാന്തതയ്ക്ക് മറ്റൊരു കൂട്ടുകിട്ടി. അനന്തുമോനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അവന്റെ മുഖത്ത് എന്റെ അതേ ഏകാന്തതയുടെ ഒരു നേരിയ നിഴൽ ഞാൻ കണ്ടു. വലിയ സമ്പത്തുണ്ടായിട്ടും സ്നേഹത്തിന്റെ ചൂടില്ലാതെ അവൻ എവിടെയോ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായി എനിക്ക് തോന്നി. അവന്റെ അച്ഛൻ മിസ്റ്റർ മേനോൻ എപ്പോഴും ദീർഘയാത്രകളിലാണ്. അതുകൊണ്ടുതന്നെ വീട്ടുജോലിയും പാചകവും ഞാൻ വൃത്തിയായി ചെയ്തു. ആ വീട്ടിൽ എന്റേതായ ഒരു അന്തസ്സ് നിലനിർത്താൻ ഞാൻ ശ്രദ്ധിച്ചു. ഓരോ ചിരിക്കു പിന്നിലും ഓരോ തിരക്കിനിടയിലും എന്റെ വേദനകളെ ഞാൻ ഒളിപ്പിച്ചു. എന്റെ ഭർത്താവ് രാമചന്ദ്രൻ ലോറി ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ജീവിതം റോഡുകളിലാണ്. എന്റെ ജീവിതം പ്രതീക്ഷകൾ അസ്തമിച്ച അടുക്കളയിലും. ഈ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരാശ്വാസം കിട്ടിയിരുന്നു. അടുക്കളയിലെ ചൂടും പച്ചക്കറികൾ അരിയുന്നതിന്റെ താളവും പാചകത്തിന്റെ ഗന്ധവുമെല്ലാം എന്നെ സഹായിച്ചു. എന്റെ ദുരിതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവ എന്നെ സഹായിച്ചു. ജോലിയുടെ തിരക്കൊരു ധ്യാനം പോലെയായിരുന്നു. അനന്തുമോൻ എന്നെ ഒരു വേലക്കാരിയായിട്ടല്ല കണ്ടത്, മറിച്ച് ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. അവൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മറുപടി നൽകും, എങ്കിലും ഞാനൊരകലം പാലിക്കാൻ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിലെ ബഹുമാനം നഷ്ടപ്പെട്ടുപോയ എന്റെ ആത്മാഭിമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം തിരികെ നൽകി. ഞാനുണ്ടാക്കുന്ന ഭക്ഷണം അവൻ ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നും. ഞാനൊരമ്മയായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങനെ വാത്സല്യത്തോടെ ഭക്ഷണം നൽകാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു. ഞാൻ കണിശതയോടെ വൃത്തിയാക്കി വയ്ക്കുന്ന ഈ വീടിന് അവന്റെ അച്ഛന്റെ സ്നേഹമില്ലായ്മയുടെ തണുപ്പുണ്ടായിരുന്നു. പുറത്ത് സന്തോഷത്തോടെ ചിരിക്കാൻ ഞാൻ പഠിച്ചു. എന്റെ ഭർത്താവ് മിക്കപ്പോഴും ദൂരെയായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആധിയും അതേസമയം വീട്ടിൽ അദ്ദേഹമില്ലാത്തപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും ഈ വീട്ടിലൊരമ്മയുടെ വാത്സല്യം ഒഴുകി നടക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എത്ര നാൾ എനിക്കിതൊഴിച്ചുവെക്കാൻ സാധിക്കും? ഉള്ളിൽ തിളച്ചുമറിയുന്ന സത്യം എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാവുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അനന്തുമോൻ എന്നെ തുറിച്ചുനോക്കി. ചേച്ചിക്കെന്തോ വിഷമമുണ്ടല്ലോ? അവന്റെ ആ ഒരു ചോദ്യം മതിയായിരുന്നു എന്റെ വർഷങ്ങളായി അടക്കിവെച്ച കെട്ടുപൊട്ടാൻ. അത് മതിയായിരുന്നു. ഞാൻ കസേരയെടുത്ത് അവന്റെ അടുത്തിരുന്നു. എന്റെ ഉള്ളിലുള്ള ഭാരം മുഴുവനും ഞാൻ കരച്ചിലിലൂടെ പുറത്തേക്ക് വിട്ടു. 5 വർഷമായി കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ ഞാൻ കേൾക്കുന്ന കുറ്റപ്പെടുത്തുകൾ, അതെന്റെ ആത്മാവിനെ കൊന്നുകൊണ്ടിരുന്നു. എന്റെ ഭർത്താവിനാണ് വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന് ഡോക്ടർ എന്നോട് രഹസ്യമായി പറഞ്ഞു മോനെ, ഞാൻ വിതുമ്പി. പക്ഷേ ഈ സത്യം പുറത്തു പറഞ്ഞാൽ ഞാൻ കാരണം അദ്ദേഹത്തിന്റെ കുടുംബം തകരും. അദ്ദേഹത്തിന് അതൊരു അപമാനമാകും. അതുകൊണ്ട് ഞാനെല്ലാം ഉള്ളിലൊതുക്കി. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിനു വേണ്ടിയുള്ള എന്റെ ദാഹം, ഒരമ്മയാകാനുള്ള എന്റെ ആഗ്രഹം, അതായിരുന്നു എന്റെ നിലനിൽപ്പിന്റെ ഏക കാരണം. ഞാൻ പൊട്ടിക്കരഞ്ഞപ്പോൾ അനന്തുമോന്റെ കണ്ണുകൾ എന്നെ ആശ്വസിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ എന്നോടുള്ള സഹാനുഭൂതിയും എന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയവും ഞാൻ കണ്ടു. ആ നിമിഷം എന്റെ വലിയ രഹസ്യം പങ്കുവച്ചതിൽ എനിക്ക് ആശ്വാസം തോന്നി. എന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു പാലമായി ഞാൻ അവനെ കണ്ടു. എന്റെ ദുരിതകഥ കേട്ട ശേഷം അനന്തുമോന്റെ മനസ്സിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അവന്റെ പെരുമാറ്റത്തിൽ കൂടുതൽ വാത്സല്യം ഞാൻ കണ്ടു. പിറ്റേന്ന് വൈകുന്നേരം ഒരു ദൈവനിയോഗം പോലെ സംഭവങ്ങൾ ഒത്തുവന്നു. എന്റെ ഭർത്താവ് രാമചന്ദ്രൻ തമിഴ്നാട്ടിൽ വെച്ച് ലോറി തകരാറിലായതിനാൽ വീട്ടിലെത്തില്ല. ഭർത്തൃവീട്ടുകാരാകട്ടെ കുടുംബക്ഷേത്രത്തിലെ വഴിപാടിനായി ദൂരെയായിരുന്നു. അപ്പോഴാണ് അനന്തുവിന്റെ അച്ഛൻ അടിയന്തരമായി വിദേശത്തേക്ക് പോകുന്നത്. അദ്ദേഹം എന്നോട് ഈ വീട്ടിൽ തങ്ങാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. ആ വലിയ വീട്ടിൽ അനന്തുമോനും ഞാനും മാത്രം. എന്റെ മനസ്സിൽ ഭയവും ഒപ്പം ഒരു തീവ്രമായ പ്രതീക്ഷയും ഒരുപോലെ നിറഞ്ഞു. ഞാൻ വിറച്ചുപോയിരുന്നു. ഇതൊരു യാദൃച്ഛികതയാണോ, അതോ എന്റെ വിധി മാറ്റിയെഴുതാനുള്ള പ്രകൃതിയുടെ സൂചനയോ? അത്താഴം കഴിക്കുമ്പോൾ ഞങ്ങൾ അധികം സംസാരിച്ചില്ല. എന്റെ ഉള്ളിലെ ചിന്തകൾ എന്നെ അസ്വസ്ഥയാക്കി. അടുക്കളയടച്ച് ഞാൻ മുറിയിലേക്ക് പോകുമ്പോൾ താഴത്തെ നിലയിലെ വെളിച്ചം മാത്രം എന്നെ നോക്കി നിന്നു. ഒരുപക്ഷേ ഇതാണെന്റെ അവസാനത്തെ അവസരമെന്നെന്റെ മനസ്സ് മന്ത്രിച്ചു. എന്റെ ഭയം പതിയെ അണഞ്ഞ് പ്രതീക്ഷയുടെ ഒരു തീവ്രമായ ആവശ്യം എന്നെ നിറഞ്ഞു.
ആ രാത്രി എൻ്റെ മുറിയിലേക്ക് പോകാൻ ഞാൻ പടി കയറുമ്പോൾ അനന്തുമോൻ എന്നെ വിളിച്ചു. അവൻ്റെ കയ്യിൽ കടും ചുവപ്പ് നിറത്തിലുള്ള മനോഹരമായൊരു കാഞ്ചീപുരം പട്ടുസാരിയുണ്ടായിരുന്നു. ഇത് ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് ഈ നിറം നന്നായി ചേരുമെന്ന്, അവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിലെ നിഷ്കളങ്കമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ തറച്ചു. 5 വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഞാൻ പോലും ആഗ്രഹിക്കാത്തത്ര വിലപിടിപ്പുള്ളതായിരുന്നു ആ സമ്മാനം. ഇതൊരു വേലക്കാരിക്ക് കിട്ടേണ്ട ബഹുമാനമല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് നൽകുന്ന ആദരവാണ്. ഞാൻ ആ സാരി കണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ നിഷ്കളങ്കമായ സ്നേഹമാണ് എന്നെ കൂടുതൽ വേദനിപ്പിച്ചത്. കാരണം അവന്റെ സ്നേഹത്തിനു പകരമായി ഒരു വലിയ യാചന നടത്താൻ ഞാൻ നിർബന്ധിതയാവുകയായിരുന്നു. മോനെ, ഞാൻ വിതുമ്പി, നിങ്ങളുടെ ഈ സ്നേഹം എനിക്ക് വലുതാണ്. പക്ഷേ എന്റെ ജീവിതം രക്ഷിക്കണമെങ്കിൽ എനിക്കൊരമ്മയാകണം. ഈ ദുരിതങ്ങളെല്ലാം മായ്ക്കാനുള്ള എന്റെ ഒരൊറ്റ പ്രതീക്ഷയാണ് ആ കുഞ്ഞ്. അവന്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അവനോട് ആവശ്യപ്പെട്ടു. അനന്തുമോനെ, എനിക്കൊരു ജീവന്റെ ഭിക്ഷ തരാമോ? ഒരു ഉയിർപ്പിച്ച? എന്റെ സ്വരം യാചനയുടേതായിരുന്നു. എന്റെ കണ്ണുകളിൽ മരണം ഒഴിവാക്കാനുള്ള ഭയവും. ആ സാരി എനിക്കിട്ട് അഭിമാനത്തോടെ ഭർത്തൃവീട്ടിൽ പോകാൻ, എനിക്കൊരു കുഞ്ഞിനെ തരാൻ ഞാൻ അവന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഇതെന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായൊരു പുരുഷന്റെ മുന്നിൽ മുട്ടുകുത്തി. അനന്തുമോന്റെ മുഖത്തേക്ക് ഞാൻ പ്രതീക്ഷയോടെ നോക്കി. ഒരു രാത്രി മോൻ എനിക്കൊപ്പമുണ്ടാകണം, ഒരു കുഞ്ഞിനു വേണ്ടി. ഞാനിതല്ലാതെ വേറെ വഴിയില്ല. എന്റെ ഭർത്താവിന്റെ ആത്മാഭിമാനം രക്ഷിക്കാൻ, എന്റെ ജീവിതം തിരികെ നൽകാൻ എനിക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യണം. ഞാൻ ഈ രഹസ്യം എന്റെ മരണം വരെ സൂക്ഷിക്കും. മോന്റെ ജീവിതത്തെ ഇതൊരു തരത്തിലും ബാധിക്കുകയുമില്ല. അവൻ ഒരുപാട് നേരം നിശബ്ദനായി നിന്നു. അവന്റെ ആ നിശബ്ദതയിൽ ലോകത്തിലെ എല്ലാ നിയമങ്ങളും തകർന്നു വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഒടുവിൽ അവൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ സമ്മതിക്കുന്നു ചേച്ചി, അവൻ പറഞ്ഞു. ചേച്ചിയുടെ സന്തോഷത്തിനു വേണ്ടിയും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഞാനിത് ചെയ്യാം. അവന്റെ ആ വാക്കുകൾ എന്റെ ജീവിതത്തിലെ ഒരു ഉടമ്പടിയായിരുന്നു. അവന്റെ തീരുമാനം ഒരു കാമമോ ആഗ്രഹമോ ആയിരുന്നില്ല, മറിച്ച് ഒരു സ്ത്രീയുടെ ജീവിതം രക്ഷിക്കാനുള്ള ദയയും മനുഷ്യത്വവുമായിരുന്നു. ആ നിമിഷം എന്റെ ഭയമെല്ലാം നീങ്ങി. എന്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ പ്രകാശം നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ശാന്തതയുണ്ടായിരുന്നു. എല്ലാ ഭാരവും ഒഴിഞ്ഞുപോയതുപോലെ. ഞാൻ പതിവുപോലെ അടുക്കളയിൽ കയറി. അനന്തുമോന് ചായയിട്ട് നൽകി. അവൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ എന്റെ നന്ദിയും അവന്റെ സഹായവും ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളൊന്നും സംസാരിച്ചില്ല. വാക്കുകൾക്കപ്പുറമായിരുന്നു ആ നിമിഷം. ഞാൻ പോകുന്നു മോനെ, നന്ദിയുണ്ട്. എന്റെ ശബ്ദം നേർത്തിരുന്നു. സന്തോഷമായിട്ടിരിക്കണം ചേച്ചി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ രഹസ്യവും ഒപ്പം ഏറ്റവും വലിയ പ്രതീക്ഷയും ഞാൻ ഒളിച്ചുവെച്ചു. പിന്നീട് 3 മാസത്തേക്ക് ഞാൻ അവനെ ജോലിക്ക് വന്നപ്പോൾ കാണുമായിരുന്നു. ഞാൻ അവനെ ശ്രദ്ധിച്ചു. അവന്റെ മുഖത്ത് ഒരു പ്രത്യേക സംതൃപ്തിയുണ്ടായിരുന്നു. എന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു കുഞ്ഞു വളർന്നുണ്ടാകുമോ എന്ന ചിന്തയിൽ ഞാൻ ദിവസങ്ങൾ എണ്ണി. 3 മാസങ്ങൾക്ക് ശേഷം ഒരു ഞായറാഴ്ച ഞാൻ എന്റെ സന്തോഷവാർത്ത അവനെ അറിയിക്കാൻ പോയി. ഡോക്ടർ ഗർഭം സ്ഥിരീകരിച്ചു. എന്റെ ഭർത്താവിനും വീട്ടുകാർക്കും ഇത് വിശ്വസിക്കാനായില്ല. അവരുടെ കുറ്റപ്പെടുത്തലുകൾ അവസാനിച്ചു. എന്റെ ഭർത്താവിന്റെ മുഖത്ത് ഞാൻ കണ്ട സന്തോഷം എന്റെ എല്ലാ ദുരിതങ്ങൾക്കുമുള്ള പ്രതിഫലമായിരുന്നു. ഞാൻ മധുരപലഹാരങ്ങളുമായി അനന്തുമോന്റെ അടുത്തേക്ക് ചെന്നു. മോൻ തന്ന ഉയിർപ്പിച്ചയാണിത്. എന്റെ ജീവിതം തിരിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഞാൻ പറഞ്ഞു. അവൻ ശാന്തനായി പുഞ്ചിരിച്ചു. അവൻ ചെയ്ത ആ പ്രവൃത്തി ലോകത്തിലെ നിയമങ്ങൾക്കെതിരായിരുന്നു. എങ്കിലും അതെന്റെ ജീവിതത്തിനു വേണ്ടി അവൻ കാണിച്ച മനുഷ്യത്വമാണ്. അവന്റെ മനസ്സിൽ എന്റെ സന്തോഷം കണ്ടതിലുള്ള സംതൃപ്തി മാത്രമുണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. എന്റെ ജീവിതം പൂർണ്ണമായിരിക്കുന്നു. എന്റെ ഭർത്താവും വീട്ടുകാരും ഇപ്പോൾ എന്നെ സ്നേഹം കൊണ്ട് മൂടുന്നു. എന്റെ മനസ്സിൽ ഒരു വലിയ ജീവിത പാഠം ഞാൻ പഠിച്ചു. കൈവിടാതെ പിടിച്ച പ്രതീക്ഷയും നിസ്വാർത്ഥമായ സ്നേഹവും ഒരു സ്ത്രീക്ക് ജീവൻ തിരികെ നൽകും.